അടുത്തറിയാം എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ കൂടുതൽ അടുത്തറിയാൻ പോകുന്നത് യു കെയിലെ ഒട്ടുമിക്ക എല്ലാ വീടുകളോടും എല്ലാ കുടുംബങ്ങളോടും ചേർന്ന് നിൽക്കുന്ന ഒരു പേരാണ് ഇൻഫിനിറ്റി ഫിനാൻഷ്യൽസ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ഇൻഫിനിറ്റി ഫിനാൻഷ്യൽസ് ലിമിറ്റഡിന്റെ പ്രിൻസിപ്പൽ അഡ്വൈസറായ ശ്രീ ജഗ്ഗി ജോസഫിനെ. സ്വാഗതം സർ. അപ്പോൾ എങ്ങനെയാണ് യു കെയിലെത്തിയ ഒരു പ്രവാസ ജീവിതത്തിൽ സാധാരണ ജോലിയെടുത്തൊക്കെ ജീവിക്കാനാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്, പക്ഷേ ഇത്രയും റിസ്കി ആയ ഒരു ബിസിനസ് തുടങ്ങണം, അങ്ങനെ ഒരു സംരംഭത്തിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ് ആ ഒരു ആശയം? ആക്ച്വലി ഞാൻ എൻ്റെ ഡിഗ്രി കഴിയുന്ന സമയം, ഡിഗ്രിയുടെ അവസാന വർഷം മുതൽ തന്നെ ഞാൻ ഫൈനാൻഷ്യൽ ഫീൽഡിലുണ്ടായിരുന്നു. ശരിക്കും ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറായിരുന്നു നാട്ടിലും. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൻ്റെ അഡ്വൈസറായിരുന്നു. ഓക്കെ നമ്മുടെ പോക്കറ്റ് മണി ആയിരുന്നു, ഡിഗ്രി സമയത്തുള്ള പോക്കറ്റ് മണി ആയിരുന്നു ഇൻഷുറൻസ്. ഓക്കെ പിന്നീട് ഞാൻ യുറേക്ക ഫോബ്സിൽ വന്നു. അത് കഴിഞ്ഞ് തിരിച്ചു കൊണ്ട് റിലയൻസിൽ വന്നു. ഞാൻ യു കെയിലേക്ക് വരുമ്പോൾ ഞാൻ റിലയൻസിൽ എക്സിക്യൂട്ടീവ് സെയിൽസ്മാൻ ആയിരുന്നു. നോർമലി ഇൻഷുറൻസുമായിട്ട് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫീൽഡുമായിട്ട് ഒരു നല്ല അടുത്ത് ബന്ധം ആ സമയത്തുണ്ടായിരുന്നു. ഓക്കെ പിന്നെ ഇവിടെ വന്ന് ശരിക്ക് ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലിയല്ല നമുക്ക് വരുന്നത്. പക്ഷേ നമ്മൾ 2010 മുതൽ ഇൻഷുറൻസിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇൻഷുറൻസും മോർഗേജുമായി നമ്മൾ 2015 നമ്മൾ ഇൻഫിനിറ്റി ഫിനാൻഷ്യൽസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമ്മൾ ഡയറക്ട്ലി ഓതറൈസ്ഡ് ഫാമാണ്. ഇൻ ഹൗസിൽ നമുക്ക് 4 മോർഗേജ് അഡ്വൈസേഴ്സ് ഉണ്ട്, ധാരാളം ഇൻഷുറൻസ് അഡ്വൈസേഴ്സ് ഉണ്ട്. ദൈവം സഹായിച്ച് നല്ലൊരു പ്ലാൻ ബൈസ് ഉണ്ട്, അതുകൊണ്ട് നന്നായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്നു. അതെ, ഓരോ വർഷവും ഒരു 100 കണക്കിന് പുതിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ പുതിയൊരു ഭവനം എല്ലാവർക്കും ഭവനം വാങ്ങിക്കാൻ സഹായിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. തീർച്ചയായും. ഒത്തിരി അധികം മോർഗേജ് അഡ്വൈസേഴ്സ് ഉണ്ടെങ്കിൽ പോലും വളരെ പേര് കേട്ട ഒരു ബ്രാൻഡ് തന്നെയാണ് ഇൻഫിനിറ്റി ഫിനാൻഷ്യൽസ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു നിങ്ങളുടെ സക്സസ് സ്റ്റോറി എന്താണ്? ഒന്ന്, ഞങ്ങൾ ആദ്യം മുതലേ തന്നെ കുറച്ചുകൂടി ക്ലയൻറ്റുമായിട്ട് കുറച്ചും കൂടി അടുത്തുള്ള ഒരു ആൾക്കാരാണ് സാറിന്. ഒരു പേഴ്സണലൈസ്ഡ് അഡ്വൈസ് എന്ന് പറയില്ലേ, സാധാരണഗതിയിൽ ഒരു ക്ലയൻറ്റിന് അവന് ആവശ്യമുള്ളത് എന്താണെന്ന് നോക്കിയിട്ട് ആ രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ എപ്പോഴും പേഴ്സണലൈസ്ഡ് അഡ്വൈസ് ആകുമ്പോൾ വളരെ നല്ല പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റും, നല്ല ഇൻട്രസ്റ്റ് റേറ്റ് എടുക്കാൻ പറ്റും. അതുപോലെ ഞങ്ങൾ ഓൾ ഓഫ് മാർക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഓൾ ഓഫ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ബാങ്കുകളും ഉണ്ട്. HSBC, ബാർക്ലേസ്, ഇൻക്ലൂഡിങ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഞങ്ങൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മോർഗേജിലും സാധാരണഗതിയിൽ ബൈറ്റ്ലെറ്റ് ലിമിറ്റഡ് കമ്പനി അങ്ങനെയുള്ള മോർഗേജ് സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് നല്ല റേറ്റ് കൊടുക്കാൻ പറ്റും. അതൊരു ഞങ്ങളുടെ വലിയ വിജയമാണ് ശരിക്കും. തീർച്ചയായും. പിന്നെ ഒരു ക്ലയൻറ്റിൽ നിന്ന് മറ്റൊരു ക്ലയൻറ്റിലേക്കാണ് സാധാരണഗതിയിൽ ഒരു വേർഡ് ഓഫ് മൗത്ത്. അങ്ങനെയാണ് അധികവും ഈ ഞങ്ങളുടെ ഒരു ബിസിനസ്. കാരണം ഒരു ക്ലയൻറ്റിനെ ഞങ്ങൾ നന്നായി സർവീസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് കുറച്ച് കൂടുതലായിട്ട് അവർ പറഞ്ഞ് റെഫർ ചെയ്ത് വരുന്ന, അങ്ങനെയാണ് യു കെ മുഴുവനും നമ്മൾ ചെയ്യുന്നുണ്ട്. സ്കോട്ട്ലാൻഡിലും ചെയ്യുന്നുണ്ട്, നോർത്തേൺ അയർലൻഡിൽ ചെയ്യുന്നുണ്ട്, ധാരാളമായിട്ട് ചെയ്യാൻ കഴിയുന്നത്. തീർച്ചയായും. അപ്പോൾ മോർഗേജസ് മാത്രമാണോ നിങ്ങളുടെ സർവീസസ്, അതോ വേറെ എന്തെങ്കിലും ഒക്കെ ഉൾപ്പെടുന്നുണ്ടോ ഇൻഫിനിറ്റി ഫിനാൻഷ്യൽസിൽ? മോർഗേജ് ചെയ്യുന്നുണ്ട്. മോർഗേജിൽ തന്നെ ധാരാളം കൊമേഴ്ഷ്യൽ മോർഗേജ് ചെയ്യുന്നുണ്ട്, ബൈറ്റ്ലെറ്റ് മോർഗേജ് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് ലിമിറ്റഡ് കമ്പനി ബൈറ്റ്ലെറ്റ് 2018 മുതൽ ഞങ്ങൾ ലിമിറ്റഡ് കമ്പനി ബൈറ്റ്ലെറ്റ്, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ലിമിറ്റഡ് കമ്പനി കുറേ വർക്ക് കൂടുതലുള്ള ഒരു സാധനമാണ്. പക്ഷേ ഞങ്ങൾ ധാരാളം ക്ലയൻസ് ഞങ്ങൾക്ക് അത് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഒരു വീട് വാങ്ങിച്ചാൽ ടാക്സ് സേവിങ്ങിൻ്റെ കുറച്ചും കൂടി നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെൻ്റാണ് ശരിക്കും ലിമിറ്റഡ് കമ്പനി ബൈറ്റ്ലെറ്റ്. അത് ഞങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട് ശരിക്കും. പിന്നെ ഇൻഷുറൻസിലാണെങ്കിലും ഞങ്ങൾ എല്ലാ കമ്പനികളും ഉണ്ട്. സാധാരണ ഇൻഷുറൻസ് അറിയാലോ, യു കെയിൽ ഇൻഷുറൻസ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനം. തീർച്ചയായിട്ടും. അതെ, ഇൻഷുറൻസും അത് നന്നായിട്ട് തന്നെ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോം ഇൻഷുറൻസ് അങ്ങനത്തെ ആ സെഗ്മെൻ്റ് ഉണ്ട്. വിൽ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓഫീസിൽ തന്നെ ശരിക്കും മോള് ശരിക്കും മോർഗേജ് അഡ്വൈസറാണ്. ആ കുട്ടി അവള് വിൽ റൈറ്റിംഗ് കഴിഞ്ഞതാണ്. നോർമലി വിൽ റൈറ്റിംഗ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒരുവിധം ഫൈനാൻഷ്യൽ സെക്ടറിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇതെല്ലാം എല്ലാ സെഗ്മെന്റിലും ഞങ്ങൾ. അപ്പം ഇത്രയും അധികം സർവീസസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുവിധം സക്സസിന്റെ ഒരു നല്ലൊരു കോൺസ്റ്റന്റ്
പാത നിങ്ങൾ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ വിഷൻ? വിഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന എല്ലാവരെയും, ആ. അതായത് നമുക്കറിയാം UK വന്ന എല്ലാവർക്കും ഒരു പ്രധാനപ്പെട്ട ഒരു അവരുടെ മെയിൻ ഒരു ആഗ്രഹമാണ് UK അവർ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കാൻ. തീർച്ചയായും അതെ. അതിന് അവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ആ. അതിന് അവരെ സഹായിക്കുമ്പോൾ നമ്മൾ അവരുടെ ഒരുവിധം ഉള്ള ഫിനാൻഷ്യൽ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ അവരെ സഹായിക്കും. അതെ തീർച്ചയായിട്ടും. അവരുടെ മോർഗേജ് ചെയ്യും. മോർഗേജിൽ ഞങ്ങൾ അവരെ സഹായിക്കും, അവർക്ക് വീട് വാങ്ങിച്ചു കൊടുക്കാൻ. അത് കഴിഞ്ഞാൽ അവരുടെ പ്രൊട്ടക്ഷൻ, അവരുടെ ഇൻഷുറൻസിൻ്റെ, ഇൻഷുറൻസ് നമുക്കറിയാലോ ഇൻഷുറൻസും UK വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ് ശരിക്കും. കാരണം നമ്മൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം, വേറെ ആരും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ, ഫാമിലിയിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റേ ആൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ശരിക്കും പറഞ്ഞു. നമ്മൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറേ അധികം കേസുകൾ നമ്മൾ കാണുന്നുണ്ട് ശരിക്കും. അവരെ ഫിനാൻഷ്യലി ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധനം, അത് കറക്റ്റ് ടൈമിൽ അത് ചെയ്യുക എന്നുള്ളത്, അവരുടെ ഇൻഷുറൻസ് ആണെങ്കിലും, അവരുടെ ക്രിട്ടിക്കൽ ഇൽനെസ്സിൻ്റെ ഇൻഷുറൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇൻകം പ്രൊട്ടക്ഷൻ ആണെങ്കിലും, അതെല്ലാം എല്ലാത്തിനും അവരെ സഹായിക്കുക, അവർക്ക് നല്ല റേറ്റുകൾ എടുത്തു കൊടുക്കുക. അത് തന്നെയാണ് ഞങ്ങളുടെ വിഷയം. അപ്പോൾ ശരിക്കും ഒരു മൈഗ്രൻ്റായി വന്ന് ഇവിടെ ജോലി, ഇവിടുത്തെ സർവീസസ് നിങ്ങൾ എല്ലാവർക്കും നൽകുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു സാധാരണ ഒരു മലയാളി, ഒരു ഇന്ത്യക്കാരൻ പ്രവാസി, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ബ്രിട്ടൻ, ഇങ്ങനെയുള്ള പലതരം ആൾക്കാരെയാണല്ലോ നിങ്ങൾ സ്ഥിരം സർവീസ് ചെയ്യുന്നത്. അപ്പം ആൾക്കാർക്കനുസരിച്ചാണോ സർവീസസ് കൊടുക്കുന്നത്? അത് ആദ്യം പറയൂ കസ്റ്റമൈസ്ഡ് ആണെന്ന്. പക്ഷെ എന്നാലും ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അതിന് ഇന്ന ആൾക്കാർക്ക് ഇന്നതരം അഡ്വൈസേഴ്സ് എന്നുള്ള ഒരു കരുതലുണ്ടോ? എങ്ങനെയാണ് പൊതുവെ ഈ കമ്പനിയിൽ? അങ്ങനെയൊന്നുമില്ല. സാധാരണഗതിയിൽ ഒരു പരിധി വരെ ഇപ്പോൾ ഇംഗ്ലീഷ് ഞങ്ങൾക്ക് എല്ലാവരും സംസാരിക്കാം. ഹിന്ദി സംസാരിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ തമിഴ് സംസാരിക്കുന്ന ആളാണെങ്കിൽ, ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ഹിന്ദിയും തമിഴും ഉണ്ടല്ലേ? അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഡീൽ ചെയ്യാൻ കുറച്ചും കൂടി അവരുടെ ലാംഗ്വേജിലാവുമ്പോൾ കുറച്ചും കൂടി ഒരു വ്യത്യാസം ഉണ്ടാവും. അവർക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ചെയ്യുന്നുണ്ട് സാധാരണഗതിയിൽ. പിന്നെ എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ ആൾക്കാർക്കും അവരുടേതായ ഭാഷയിൽ അവരോട് സംസാരിക്കാൻ കഴിയുമ്പോഴാണ് അവർ കുറച്ചും കൂടി കംഫർട്ടബിൾ ആവുക. തീർച്ചയായും നമ്മൾ അവരെ കംഫർട്ടബിൾ ആക്കും. അതെ. അതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. പിന്നെ ഓഫീസിലാണെങ്കിലും ഞങ്ങൾക്ക് നല്ല കുറച്ച് സ്റ്റാഫ്സ് ഉണ്ട്. കൂടുതൽ അതിനെക്കുറിച്ച് പറയാമോ? എത്ര ആൾക്കാരുണ്ട്? ഞങ്ങളുടെ ഓഫീസിൽ ഏകദേശം 9-10 പേരോളം ഉണ്ട് ശരിക്കും പറഞ്ഞു. വെരി നൈസ്. 2 ബ്രാഞ്ചുകളായിട്ട് അല്ലേ? 2 ബ്രാഞ്ചുകളായിട്ട് ഓക്കെ. 10 പേരോളം സ്റ്റാഫ് ഉണ്ട് ഞങ്ങൾക്ക്. പിന്നെ 4 ഇൻഷുറൻസ് മോർഗേജ് അഡ്വൈസേഴ്സ് ഉണ്ട് ഈ ഹൗസിലാണ് ശരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ വർക്ക് വളരെ വേഗത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ, അതുകൊണ്ടാണ് 100 കണക്കിന് ഭവനങ്ങൾ നിങ്ങൾക്ക് സ്വപ്ന സാക്ഷാത്കാരം നടത്താൻ സാധിക്കുന്നത്. ഞാൻ പുതുതായിട്ട് UK വന്ന് എനിക്കൊരു ഫിനാൻഷ്യൽ പൊസിഷൻ, ഇൻഡിപെൻഡൻസ് ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇനി അടുത്ത എൻ്റെ സ്റ്റെപ്പ് വീട് വാങ്ങണം എന്നുള്ളതാണെങ്കിൽ എങ്ങനെയാണ് സാർ എന്നെ വഴികാട്ടുക? വീട് വാങ്ങിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ശരിക്കും ഒരു 6 മാസം മുമ്പേ നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ് വഴി. ആദ്യമായി നിങ്ങളൊരു മോർഗേജ് അഡ്വൈസറെ കാണാം. വേറെ ആളെ കാണുന്നില്ല, എന്നെ കണ്ടാൽ മതി. അത്രേ ഉള്ളൂ. അപ്പോൾ മോർഗേജ് അഡ്വൈസറെ കണ്ടു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അതിൽ ആദ്യം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിങ്, നിങ്ങളുടെ UK എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സാധനങ്ങളെല്ലാം ബന്ധിപ്പിക്കുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴി ഞങ്ങൾ ആദ്യം പറയും. ഒപ്പം നിങ്ങളുടെ പേ സ്ലിപ്സ്, നിങ്ങളുടെ ബാങ്ക് ട്രാൻസാക്ഷൻസ്, സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന ബാങ്കുകളിലെല്ലാം നമുക്കറിയാം കുറേ ചിട്ടി അങ്ങനെ കൊണ്ട് ഫണ്ട് അങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. നമ്മൾ അതിനൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യും, എല്ലാം ഒന്ന് കറക്റ്റ് ആക്കാൻ പറയും. അത് കറക്റ്റ് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞ ശേഷം അവരുടെ ഇൻകത്തിൻ്റെ സോഴ്സ് കറക്റ്റ് ആക്കി നോക്കും. അത് കഴിഞ്ഞ ശേഷം അതും ഏകദേശം ആകുമ്പോൾ നമ്മളൊന്ന് അവരുടെ അഫോർഡബിലിറ്റി എടുക്കും, എത്ര വരെ നിങ്ങൾക്ക് മോർഗേജ് പോകാം. ഇത് നോക്കി അത് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അവർക്ക് ആ ഒരു വിലയുള്ള വീട് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ള വീട് അതിൽ അവരോട് എത്ര ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴാണെങ്കിൽ നമുക്ക് 5% മുതൽ മോർഗേജ് ചെയ്യാവുന്ന ബാങ്കുകളുണ്ട്. നമ്മൾ 5% ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ പോലും, ഇപ്പോൾ നിങ്ങൾ UK വന്നിട്ടോ ഉള്ളെങ്കിൽ പോലും ഞങ്ങൾക്ക് ഉടനെ ചെയ്യാം. 3 വർഷം ആകണമെന്നില്ല. ഇല്ല, അതൊക്കെ മാറിയിട്ട് കുറേ കാലമായി. എക്സ്ക്ലൂസീവ് ആയിട്ട് ചില ലെൻഡേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഡയറക്ട്ലി ഓതറൈസ്ഡ് ആണ്. ഞങ്ങൾക്ക് കുറേ എക്സ്ക്ലൂസീവ് ലെൻഡേഴ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഇപ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ 95% നിങ്ങൾ UK വന്നാൽ മതി. വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് വാങ്ങിക്കാം. അപ്പം ഞങ്ങൾ വീട് എടുത്ത് കൊടുക്കും. അവർ നമ്മളെ കാണണം. ശരിക്കും ആദ്യം തന്നെ നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പറയും ഇന്ന പോലെ ചെയ്തോ. ആ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു 4 മാസം കൊണ്ടൊക്കെ വീട് വാങ്ങിച്ച ആൾക്കാർ ഞങ്ങളുടെ ക്ലയൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും സാർ. അത് ഈ മോർഗേജിൻ്റെ പ്രോസസ്സിൽ നമ്മളത് കഴിഞ്ഞു. ഇപ്പോൾ അവർക്ക് അഫോർഡബിലിറ്റി കൊടുത്തു, അവരൊരു വീട് കണ്ടു, വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ വീടിന് നമ്മളൊരു ഡിപ്പ് കൊടുക്കും. പ്രിൻസിപ്പൾ എന്ന് പറയും. പ്രിൻസിപ്പൾ കൊടുത്തു, അത് ഓഫർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ കഴിയും, പ്രോപ്പർട്ടി വാല്യുവേഷനിൽ പോകും. വാല്യുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിത്തിൻ 4-5 ദിവസം കൊണ്ട് ശരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഓഫർ കിട്ടും, മോർഗേജ് ഓഫർ കിട്ടും.
ഓക്കെ. പിന്നെ കുറച്ച് നാൾ എൻ്റെ സോളിസിറ്ററുടെ വർക്കാണ് വരിക. ആ. അത് കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. കാരണം അതിൻ്റെ പ്രൊട്ടക്ഷൻ സൈഡുണ്ട്, മോർഗേജിൻ്റെ ഇൻഷുറൻസ്, അതുപോലെ ഹോം ഇൻഷുറൻസ് സാധനങ്ങൾ ഇങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് കീ കിട്ടും, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സുഖമായി താമസിക്കാം. അതാണ് ശരിക്കും ഒരു പ്രോസസ്സ്. വെരി നൈസ്. ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വേഗം തന്നെ നമുക്കൊരു പെട്ടെന്ന് തന്നെ ഒരു വീട് വാങ്ങിക്കാവുന്നുള്ളൂ ശരിക്കും. തീർച്ചയായിട്ടും. അതൊരു നല്ല കേൾക്കുമ്പോൾ വളരെ ലളിതമായ ഒരു പ്രോസസ്സാണ്. പക്ഷെ മലയാളികൾ എവിടെ പോയാലും അവർക്കിപ്പം എന്താണ് എസ്പെഷ്യലി ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ നാട്ടിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാലും നാട്ടിൽ പോയി ചികിത്സിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ് പൊതുവെ മലയാളികൾ. ഓപ്ഷണൽ ആയിട്ടുള്ള ഈ ഒരു ഇൻഷുറൻസ് നിങ്ങൾ എത്രത്തോളം ഇപ്പം ചില ഇൻഷുറൻസസ് മാൻഡേറ്ററി ആണ്. ചില ഇൻഷുറൻസ് ഓപ്ഷണൽ ആണ്. അപ്പം എങ്ങനെയാണ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസർ ഈ 2 ഇൻഷുറൻസും നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഇപ്പോൾ പ്രൊട്ടക്ഷൻ സൈഡിൽ എന്ന് പറയുമ്പോൾ മോർഗേജ് എടുക്കുന്നു. ഉം. മോർഗേജ് എടുക്കുന്ന ആൾ യു കെയിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ട്രാൻസാക്ഷനാണ് ചെയ്യുന്നത്. ഉം. വലിയൊരു കടം അല്ലേ? ഉം. നമുക്കൊരു വീട് വാങ്ങിക്കുക, 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം രൂപ വീടെന്ന് പറയുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും 2 കോടി 3 കോടി രൂപ അതെ. നാട്ടിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും വലിയൊരു എമൗണ്ട് ആയില്ലേ? അതെ, തീർച്ചയായും. ഈ എമൗണ്ട് നമ്മൾ ലോൺ എടുക്കേണ്ട ഫാമിലി അതൊരു 20 വർഷം 30 വർഷത്തേക്ക് ലോൺ എടുക്കുന്നു. ആ. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഈ മോർഗേജ് അടുത്ത ആൾക്ക് ഒറ്റയ്ക്ക് അടയ്ക്കാൻ പറ്റില്ല. വാസ്തവാണ്. അതെ. അപ്പോൾ നമ്മൾ നോർമലി അതിനെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. അതെ. അത് പ്രൊട്ടക്ഷൻ അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യും വേണം. മോർഗേജ് ഉണ്ടെങ്കിൽ നമ്മൾ മോർഗേജ് പ്രൊട്ടക്ഷനായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അതാണ് HDFC ആഗ്രഹിക്കുന്നത്, അങ്ങനെ ചെയ്യണം എന്നാണ്. ഉം. അതായത് കുറഞ്ഞ ചിലവിൽ അവർ ആ പ്രൊട്ടക്ഷൻ എടുക്കണം ശരിക്കും. നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് സാർ, മോർഗേജിൻ്റെ പ്രൊട്ടക്ഷൻ. പക്ഷേ അതേ സമയം തന്നെ ഫാമിലിക്കുണ്ട്. ഉം. ഫാമിലി പ്രൊട്ടക്ഷനായിട്ട് അവർക്ക് സാധാരണ ഉള്ള ലൈഫ് കവർ ഉണ്ട്, ക്രിട്ടിക്കൽ ഇൽനെസ് വരുന്നുണ്ട്, ഇൻകം പ്രൊട്ടക്ഷൻ്റെ കവർ. ഇവൻ നമുക്ക് എന്തെങ്കിലും സിക്കൊക്കെ ആയി കഴിഞ്ഞാൽ സിക്കായി നമുക്ക് ചിലപ്പോൾ NHSലൊക്കെ ആണെങ്കിൽ സാധാരണ സിക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. അതെ. പക്ഷേ ഒരു 6 മാസം കഴിഞ്ഞാൽ അവർക്കും കഴിഞ്ഞു. അത് അതെ. കുറവായി. അതുപോലെ പല പ്രൈവറ്റ് സെക്ടർ കെയറിംഗ് സെക്ടറിലൊക്കെ ഒന്നും അധികം സിക്ക് ബെനിഫിറ്റ് ഇല്ല. ഇല്ല. ഫാമിലി ഇൻകം പ്രൊട്ടക്ഷൻ്റെ പോളിസികൾ നമ്മൾ കൊടുക്കും. ഫാമിലി ഇൻകം ബെനിഫിറ്റിൻ്റെ ഒരു നല്ല പോളിസി ഉണ്ട്, അത് നമ്മൾ സാധാരണ ഇത് ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള പോളിസികളൊക്കെ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഒരു കാര്യമില്ല. കാരണം അതിങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വളരെ വളരെ തുച്ഛമായ ഒരു എമൗണ്ട് ഉള്ളൂ. അതെ. പിന്നെ നാട്ടിലെ ഇൻഷുറൻസ് പോളിസിയുടെ സ്ട്രക്ചർ അല്ല ഇവിടുത്തെ ഇൻഷുറൻസ് പോളിസികൾ. അതെ. കുറഞ്ഞ ചിലവാണ് വരുന്നുള്ളൂ, നിങ്ങൾ വലിയൊരു എമൗണ്ടിന് നിങ്ങളെ കവർ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ അതൊരു മസ്റ്റാണ് ശരിക്കും. കാരണം ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലയൻസൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇപ്പോൾ UK ക്യാൻസർ നിങ്ങളൊരു അസുഖം പറഞ്ഞാൽ അതെ. ഏറ്റവും എളുപ്പം നോക്കി കഴിഞ്ഞാൽ ക്യാൻസറിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ 1.8 അല്ലെങ്കിൽ 2 പേരിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ കണക്ക് പറയുന്നത്. അപ്പോൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതെ. ആ ഒരു ഈ 2 പേരിൽ ഒരാളാവാൻ ആർക്കും ആവാം. അത് ആർക്കും. അങ്ങനെ ഒരു സംഭവം. അപ്പോൾ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ ഇന്ന് രാവിലെ ചെയ്യും. ഒരു ക്ലയൻ്റ് ഉണ്ട് ശരിക്കും. ആ. കഴിഞ്ഞ ഡിസംബറിലാണ് അവർക്കൊരു അസുഖം ഡയഗ്നോസ് ആവുന്നത്. അപ്പോഴാണ് അവർ ഇന്ന് ഈ ഡയഗ്നോസ് ആയി കഴിഞ്ഞു, അവർ ആ ഒരു സമയം കഴിഞ്ഞപ്പോഴാണ് അവർ ചോദിക്കുന്നത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല. പറ്റില്ല. അതെ. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്നില്ല ചില രാജ്യത്ത് ചേരത്തിൻ്റെ നാട്ടിൽ ചെന്നാൽ അതിന് നടുക്കണം തന്നെ. നമ്മളൊരു എല്ലാത്തിനും ഇൻഷുറൻസ് എടുക്കുന്ന ഒരു രാജ്യമാണ് ഇവിടെ. ഫോൺ വാങ്ങിച്ചാൽ അതിന് ഇൻഷുറൻസ് എടുക്കും. അതെ. അതെ. ഇത്രയും വലിയൊരു ലൈഫ് നമ്മളില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫാമിലി എപ്പോഴും വലിയ പ്രശ്നമാണ്. തീർച്ചയായും. അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്, അതൊരു പ്രോപ്പറായി പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും ഇൻഷുറൻസ് എടുക്കുമ്പോൾ പോലും ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ നിന്ന് എടുക്കണം ശരിക്കും. നമ്മൾ ഈ മോർഗേജ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് UK യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരായിരിക്കും മോർഗേജ് ചെയ്യുന്നത്. പക്ഷേ അവരൊക്കെ മോർഗേജ് എടുത്ത് വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നതായിരിക്കും. കാരണം ഇവിടെ എത്ര മോർഗേജ് അഡ്വൈസർ ഉണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ എപ്പോഴും എടുക്കുന്നത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെ എടുക്കുക. ഇൻഷുറൻസിന് 2 തരത്തിലുള്ള ഞങ്ങളെന്നൊക്കെ എടുക്കുന്ന ഇൻഷുറൻസിന് പറഞ്ഞാൽ കമ്പനി ഒരു ഇൻഷുറൻസ് ഉണ്ട്, ഞങ്ങൾക്ക് അതിന് പുറമെ ഒരു ഇൻഡെമിനിറ്റി ഇൻഷുറൻസ് ഉണ്ട്. നമ്മൾ ഈ ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ എപ്പോഴും ഒരു ക്ലയൻറ്റിനുണ്ട്. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നന്നായിരിക്കും ശരിക്കും. അപ്പോൾ ശരിക്കും ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആകട്ടെ, മോർഗേജിന്റെ കാര്യങ്ങളാകട്ടെ, ഇൻഷുറൻസിന്റെ കാര്യങ്ങളാകട്ടെ, എന്തും വളരെ ലാളിത്യത്തോടു കൂടി നമുക്ക് ഇത്രയും നേരം ഇരുന്ന് പറഞ്ഞു തന്നു. UK മോർഗേജിനാണെങ്കിലും ഇൻഷുറൻസിനാണെങ്കിലും നമുക്ക് പോകേണ്ട ഒരു പേര് ഇന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. ഇൻഫിനിറ്റി ഫിനാൻഷ്യൽസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച് വളരെ ലാളിത്യത്തോടു കൂടി ഇതെല്ലാം നമുക്ക് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തന്നതിന് ഒത്തിരി നന്ദിയുണ്ട് ശ്രീ ജഗി ജോസഫ്. താങ്ക് യു സോ മച്ച്.